എൻ്റെ പേര് ഷിജി എന്നാണ്. ഞാൻ സെക്രട്ടേറിയറ്റില് നിയമവകുപ്പില് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കിവിടെ സംസാരിക്കാനുള്ളത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാരുടെ കൂട്ടായ്മയായ ഷീജ സാന്ദ്ര ട്രസ്റ്റിനെ കുറിച്ചാണ്. ഷീജ സാന്ദ്രനെ കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഷീജ സാന്ദ്രയെ പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഷീജ സാന്ദ്ര എന്നുള്ളത് അവരുടെ പേരെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ശേഷം മനസ്സിലായത് അവരുടെ മകളും പിന്നെ ഭിന്നശേഷിയായ കുട്ടിയാണെന്നും ആ മകളുടെ പേരാണ് സാന്ദ്ര എന്നുള്ളതും ആ അമ്മ ആ മകളെ നോക്കുന്നതോടൊപ്പം തന്നെ ഇത്രയും ഒരുപാട് കാരുണ്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും കാരണം ഒരു അമ്മയ്ക്കുള്ള ഒരു ശക്തിയാണ് ഞാൻ അതിൽ എവിടെ നിന്ന് കാണുന്നത്. മാത്രമല്ല എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ നാട്ടില് എൻ്റെ വീട് കോട്ടൂരാണ്. ആ സ്ഥലത്ത് പിന്നെ 30 കുട്ടികൾക്ക് ഈ ഷീജ സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. എല്ലാ ഓണത്തിനും അവര് പിന്നെ ഇതേപോലത്തെ ഒരു പിന്നെ ഫുഡ് കിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. 30 കുട്ടികൾ അവർ സ്പോൺസർഷിപ്പ് ചെയ്യുന്നു. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനസ്സിന്റെ ഉടമ നമുക്ക് ഇക്കാലത്ത് കിട്ടാൻ തന്നെ വളരെ പ്രയാസമാണ്. പിന്നെ എന്നാലും എനിക്കും ഇങ്ങനെ ഒരു ഇതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതും ഷീജയെ പരിചയപ്പെടാൻ പറ്റിയതും വളരെ ഒരു എന്തായിട്ട് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ വളരെ ഒരു നന്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. നമുക്കിന്നൊരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടെ ചേർന്ന് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ആദ്യമായി ഞാൻ ഷീജയോട് നന്ദി പറയുന്നത് എനിക്കിങ്ങനെ ഒരു വേദി ഞാൻ ഫസ്റ്റ് അവാർഡ് നമ്മളെ മിനിസ്റ്ററിനെ കൊണ്ട് അവാർഡ് കൊടുത്തത് ഈ കുട്ടികളുടെ ഇടയിൽ നിന്നുള്ള അമ്മയായ മായ. അതിൽ ഞാൻ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത മീൻസ് ആ കുട്ടികളെ ഇത്രയും പൊന്നുപോലെ നോക്കുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഒരു കമ്മ്യൂണിക്കേഷനും അവിടെ ഉണ്ടാവുന്നില്ല. ആയതിന്റെ ഫലമായിട്ടാണ് ഈ വിപത്തുകൾ ഉണ്ടാവുന്നത്. പക്ഷെ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരുടെ തിരക്കുകളാണ്. പറയാറുണ്ട് ഫിസിക്കലി ആയും മെന്റലിയും ആയ ആൾക്കാർ ചലഞ്ചായ ക്രൂവൽറ്റിയിലോട്ട് പോവുകയും ആ ക്രൂവൽറ്റിയുടെ ഫലമായി ഉണ്ടാകുന്ന സമൂഹത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു കാര്യം വളരെ വലിയ അമ്മ നേരത്തെ അമ്മ പോലെ തന്നെ പറയുന്നത് ഈ കുട്ടികളെ അമ്മമാർ എല്ലാവർക്കും നമസ്കാരം. ഇതിനു മുന്നേ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗமாக കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കാണാൻ വരുന്നത് വളരെ സന്തോഷം. നമുക്ക് തുല്യം അമ്മമാർ സത്യം തന്നെയാണ്. കാരണം ഒരു പെണ്ണിനെ ഗർഭം ധരിക്കുമ്പോൾ 9 മാസം 7 ദിവസം ഇല്ലെങ്കിൽ 9 മാസം 9 ദിവസം ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം ആ കുട്ടി എങ്ങനെയായിരിക്കും എന്നുള്ള അത് കണ്ടിട്ടാണോ കൊടുത്തിട്ടാണോ കുട്ടിക്ക് എന്തെങ്കിലും ഒന്നും ആരും ചിന്തിക്കില്ല. പക്ഷെ ജനിച്ചു കഴിഞ്ഞ് ആ കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ അച്ഛനേക്കാളും കൂടുതൽ അമ്മയെക്കാളും കാണുന്നതാണ്. അമ്മയേക്കും കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമുക്കതിൻ്റെ മാമാറ്റം പറയുന്നത്. അപ്പൊ ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കുട്ടികളോട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കുറച്ച് പേരേ ഉള്ളൂ. അതിന്റെ കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് കുറച്ച് നേരം കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ വനിതാ ദിനം വനിതകളുടെ മാത്രം ദിനമാണ്. അപ്പൊ ഇപ്പൊ ഏഴ് കൂടിയില്ലേ. അപ്പൊ ഏഴത്തിന് 2 വാക്ക് സംസാരിക്കും. ഞാൻ എന്താണ് ഈ അവസരം ഏഴ് വാക്ക് സംസാരിക്കാൻ ഞാൻ ഇത് ഫംഗ്ഷൻ വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും തന്നെ ഒരു ചെറിയ തീരത്തിൽ ഞാൻ ഇതിനോട് പറഞ്ഞു. വനിതാ ദിനമായിട്ട് ഇതിൻ്റെ ഭക്തി അറിയേണ്ട കാര്യമില്ല. വിദ്യാസിക്കുന്നത് തന്നെയാണ്. കൂടെ ക്രിസ്ത്യൻ ഗോപാൽ ഉണ്ടാവും എന്നുള്ള ആ ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ കുഞ്ഞുമോക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നമുക്ക് ഭിന്നശേഷി എന്ന് പറയുന്ന ആ ഒരു
ചിന്തയിലേക്കാണ് ഡിഫറെൻ്റ്ലി എന്നുള്ള ആ ഒരു ലെവലിൽ നിന്ന് ഇന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ട്രസ്റ്റിലൂടെ ഈ ട്രസ്റ്റിൻ്റെ പിന്നിലുള്ള ശ്രീജാമാരും ശരി മറ്റുള്ള ആൾക്കാരും ശരി ഡിഫറെൻ്റ്ലി ഏബിൾ ചിൽഡ്രൻ എന്ന് പറയുന്നതിനേക്കാൾ ഡിഫറെൻ്റ്ലി ബ്ലെസ്ഡ് മദേഴ്സ് എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ഈ അമ്മമാർക്ക് എല്ലാവിധ ആശംസകളും എന്ന് പറയുന്നതിനേക്കാളും അവരുടെ അനുഗ്രഹം വേണം. ബിക്കോസ് അത്രത്തോളം എഫേർട്സ് എടുക്കുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പ്രാർത്ഥനയെ തീർച്ചയായിട്ടും എല്ലാ ദിവസവും എല്ലാവരും ഉണ്ടാകുന്നു. ഈ ഓരോ ദിവസവും നിങ്ങൾക്ക് നന്മയും സന്തോഷവും എല്ലാവരുടെയും ആശംസിക്കുന്നു. ഈ വല്ലാതെ എല്ലാവരും വളരെ സ്പെഷ്യലായി തന്നെ ഇത് തുടങ്ങിയത് മാർച്ച് 8 എന്ന ഡിക്ലയർ സമയത്ത് അതൊരു ഇക്വാലിറ്റി വർക്ക് ലേബർ ലെവലിലേക്കായി ചെയ്യുന്ന സ്ത്രീകൾക്ക് അതൊരു പ്രത്യേക ദിനമായി മാറിയപ്പോൾ തന്നെ ഈ ഡിഫറെൻ്റ്ലി ബ്ലെസ്ഡ് ഫാദേഴ്സിന് ഈ എല്ലാ ദിവസവും അനുഗ്രഹങ്ങളും സന്തോഷവും മാത്രം. കാണാൻ പറ്റും. പക്ഷെ ഒരു അമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിന്റെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ പരിപോഷിപ്പിച്ച് അവരുടെ സമൂഹത്തിൽ അവരുടേതായ ഒരു സ്ഥാനം നേടിക്കൊടുക്കുക തന്നെ ചെയ്യണം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഒരു സഹായം തന്നെയാണ്. ആവശ്യമായ